അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മുഅ്മിനീങ്ങൾ, ബഹുമാനപ്പെട്ട അമീറുൽ മുഅ്മിനീൻ ഖലീഫയായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു അവിടുത്തെ ഖിലാഫിൻ്റെ കാലഘട്ടത്ത് റോമിലേക്ക് മുസ്ലിമീങ്ങളിൽ നിന്നുള്ള ഒരു സൈന്യം ബഹുമാനപ്പെട്ടവർ അയക്കുകയാണ്. അങ്ങനെ മുസ്ലിമീങ്ങൾ റോമിലേക്ക് എത്തിയപ്പോൾ അവിടെയുള്ള ശത്രുക്കൾ സ്വഹാബാക്കളെ ഒരു കൂട്ടം ആൾക്കാരെ അവർ അറസ്റ്റ് ചെയ്യുകയാണ്, ബന്ദ് ചെയ്യാൻ. മുസ്ലിമീങ്ങളെ കിട്ടിയ സന്തോഷം, മുസ്ലിമീങ്ങളെ അവർ ഈ സ്വഹാബാക്കളെ അവർ കൊല്ലാനാണ് തീരുമാനിക്കുന്നത്. അവർക്ക് എന്തെങ്കിലും ഓഫറുകൾ നൽകി അവരെങ്ങനെങ്കിലും ഇസ്ലാമിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ നമ്മളെ കൊണ്ട് സാധിക്കുമോ എന്ന് ആ ശത്രുക്കൾ ഇങ്ങനെ ചിന്തിക്കുകയാണ്. എങ്ങനെ ശ്രമിച്ചിട്ടും സ്വഹാബാക്കൾക്ക് ഒരു അനക്കവുമില്ല. കൊല്ലുന്നത് ഒന്നും അവർക്ക് പ്രശ്നമേയില്ല. ആ പേടിയൊന്നും സ്വഹാബാക്കൾ അവർ പ്രകടിപ്പിക്കുന്നില്ല. ഒരു ശത്രുവിന് ഇങ്ങോട്ട് നമ്മെ ആക്രമിക്കാനോ കൊല്ലാനോ അവനിക്കൊരു ആവേശം വരുന്നത് എപ്പോഴാണ്? നമ്മൾക്കൊരു ഭയം, നമ്മൾക്കൊരു പേടിയുണ്ട് എന്നുള്ള നമ്മുടെ മുഖത്തിലോ നമ്മുടെ ഭാവത്തിലോ കണ്ടാലല്ലേ ഒരാവശ്യമുണ്ടാവുക. പക്ഷേ കൊല്ലുന്ന ഒരാൾക്ക് ഞാൻ സന്തോഷത്തോടു കൂടെ ആ കൊലയെ, ആ മരണത്തിനെ സ്വീകരിക്കുമ്പോൾ അയാൾക്ക് വല്ലാത്ത വെപ്രാളമുണ്ടാവുമല്ലോ. അതുപോലെ ഈ ശത്രുക്കൾക്ക് സ്വഹാബാക്കളെ കൊല്ലാൻ ഒരു ആവേശം കിട്ടുന്നില്ല. കാരണം ഇവരെ മനസ്സിലോ ഇവരെ ഭാവത്തിലോ പേടിയോ ഒരു ഭയമോ അവരെ മുഖത്തിൽ കാണുന്നില്ല. കാരണം ഈമാനുള്ള സ്വഹാബാക്കളാണല്ലോ. അവർക്ക് എന്ത് മരണം, എന്ത് പേടി, ഇനി മരണപ്പെട്ടു പോയാലും സ്വർഗം കിട്ടുമെന്നുള്ള വലിയൊരു സന്തോഷമാണല്ലോ. അങ്ങനെ ആ സന്തോഷത്തിൽ നിന്നും ആ ദീനിൽ നിന്നും അവരെങ്ങനെങ്കിലും പിന്തിരിപ്പിക്കണമെന്നും ആ ശത്രുക്കൾ കുറേ ഇങ്ങനെ അവരെ കൊണ്ട് എങ്ങനെയെല്ലാം അവരെ പിന്തിരിപ്പിക്കാൻ കഴിയുമോ അതൊക്കെ നോക്കുകയാണ്. എന്തെല്ലാം യുക്തികൾ അവർ പ്രകടിപ്പിക്കുകയാണ്, പ്രയോഗിക്കുകയാണ്. ഒന്നിനും സ്വഹാബാക്കൾ കിട്ടുന്നില്ല. അതിൽ പ്രധാനപ്പെട്ട ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ബിൻ ഹുദാഫ റളിയല്ലാഹു അൻഹുവിനെ ഒക്കെ അവർക്ക് അത്ഭുതമായി തോന്നി. കാരണം പ്രധാനപ്പെട്ടവരോട് അവർ പറഞ്ഞു, നിങ്ങൾക്ക് എന്ത് പണം വേണമെങ്കിലും ചോദിക്കാം, എന്ത് സ്വത്ത് വേണമെങ്കിലും ചോദിക്കാം, നിങ്ങളൊന്ന് ആ മതത്തിൽ നിന്ന് വിട്ടുനിന്നു എന്ന് പറഞ്ഞാൽ മതി, നമ്മളെ കൂടെ നിങ്ങൾക്ക് സുഖിച്ച് ഈ ദുനിയാവിൽ ജീവിക്കുകയല്ലോ. റോമക്കാരാണ് പറയുന്നത്, എന്തും കൊടുക്കാൻ അധികാരമുള്ളവരാണ്. അവ സമയത്താണ് ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ബിൻ ഹുദാഫ റളിയല്ലാഹു അൻഹു പറഞ്ഞൊരു വാക്കുണ്ട്, നിങ്ങളെന്തു തന്നാലും മാ റജഅതു അൻ ദീനി മുഹമ്മദിൻ തർഫത ഐനി, നിങ്ങളെത്ര ഈ ദുനിയാവിലുള്ള ഉള്ളതും എനിക്ക് തന്നാൽ, ഇനി റോം രാജ്യത്തിൻ്റെ രാജാവ് തന്നെ എന്നെ ആക്കിയാലും ഒരു കണ്ണ് ചിമ്മി തുറക്കുന്നതിൻ്റെ സമയം പോലും, അത്തരൊരു സമയം പോലും ഞാൻ ഇസ്ലാമിൽ നിന്ന്, മുത്തുനബിയുടെ ഈ ദീനിൽ നിന്ന് ഞാൻ പിന്മാറുന്നില്ല എന്ന് അബ്ദുല്ലാഹി ബിൻ ഹുദാഫ റളിയല്ലാഹു അൻഹു വളരെ ധൈര്യത്തോടു കൂടെ അവരെ മുമ്പിൽ പറയുകയാണ്. അപ്പോൾ ഓഫറുകളൊന്നും കൊടുത്താൽ ഇദ്ദേഹം പിന്മാറുന്നില്ലല്ലോ, ഇനി ഭയപ്പെടുത്തി നോക്കാം എന്ന് പറഞ്ഞപ്പോൾ ആ ശത്രുക്കൾ ബഹുമാനപ്പെട്ടവരെ കൊല്ലുമെന്നുള്ള ഭീഷണി പിടിച്ച്. അപ്പോഴാണ് അബ്ദുല്ലാഹി ബിൻ ഹുദാഫ റളിയല്ലാഹു അൻഹു വളരെ സന്തോഷത്തോടു കൂടെ സ്വീകരിക്കുകയാണ്. നിങ്ങൾക്ക് എന്തും ചെയ്യാം, ഞാൻ റെഡിയാണെന്ന് ബഹുമാനപ്പെട്ടവർ പറയുകയാണ്. അങ്ങനെ അവർ തീരുമാനിച്ചു, പെട്ടെന്ന് കൊല്ലുന്നതിന് മുമ്പ് ഇദ്ദേഹത്തിനിക്ക് പേടി വരണമല്ലോ, ഭയം വരണമല്ലോ എന്ന് മനസ്സിലാക്കി അങ്ങനെ ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ബിൻ ഹുദാഫ റളിയല്ലാഹു അൻഹുവിനെ ഒരേ സ്ഥലത്ത് കെട്ടിടുകയും ബഹുമാനപ്പെട്ടവരുടെ മുമ്പിൽ വലിയ ആലിക്കത്തുന്ന തീ, അതിൽ കുറേ എണ്ണകളൊക്കെ തലപ്പിച്ച് വല്ലാത്ത ചൂട്, അതിനടുത്തു പോകാൻ പോലും ആവാത്തൊരവസ്ഥയിൽ തീ കത്തിക്കുകയും അങ്ങനെ ബഹുമാനപ്പെട്ടവരല്ലാത്തവരെന്ന് അറസ്റ്റ് ചെയ്യപ്പെട്ട മുസ്ലിമീങ്ങളെ രണ്ടാൾക്കാരെ അതിലിട്ടവരെ കരിക്കുകയാണ്. ഇതൊക്കെ കണ്ടിട്ടെങ്കിലും നേർക്ക് നേരെ ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ബിൻ ഹുദാഫ റളിയല്ലാഹു അൻഹു ഇതൊക്കെ കാണുകയാണ്. ഇത് കണ്ടാലെങ്കിലും ഭയപ്പെടും, ഒരാളെങ്കിലും നമുക്ക് ഇസ്ലാമിൽ നിന്ന് പുറത്ത്
അവരെ ചാടിക്കണമെന്ന് വല്ലാത്ത ആവേശം. എന്നാലല്ലേ അവർക്കിതിനെന്തെങ്കിലും ഫലമുള്ളൂ. ഒരാളെ കൊന്നതുകൊണ്ടൊന്നും അവർക്ക് കിട്ടുകയില്ലല്ലോ. അങ്ങനെ അബ്ദുല്ലാഹി ഇബ്നു ഹുദാഫ റളിയല്ലാഹു അൻഹുവിനെ മുമ്പിൽ കുറേ ആൾക്കാരിങ്ങനെ ശിക്ഷിച്ച് ഗണിക്കുകയാണ്. ആലിക്കത്തുന്ന തീയൊക്കെ ഇനി നിങ്ങളാണെന്ന് ഇങ്ങനെ പേടിപ്പെടുത്തുകയാണ്. അങ്ങനെ കുറേ നേരം ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നു ഹുദാഫ റളിയല്ലാഹു അൻഹു ആ തീയെ നോക്കുകയും അതിങ്ങനെ കണ്ട് ബഹുമാനപ്പെട്ടവരെ കണ്ണിൽ നിന്ന് ധാരധാരയായ വെള്ളങ്ങൾ ഇങ്ങനെ വരികയാണ്, കരയുകയാണ്. ഇത് കണ്ടപ്പോൾ ശത്രുക്കൾക്ക് വല്ലാത്ത സന്തോഷമായി. കാരണം ഈ തീയെ പേടിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ടവര് അവിടുന്ന് ഇസ്ലാമിനെ പിന്മാറാൻ തയ്യാറായിട്ടുണ്ടാകാം. അതൊക്കെ കണ്ടല്ലോ, കുറെ ആൾക്കാരെ ശിക്ഷിച്ചൊക്കെ കണ്ട്, അത് പേടിച്ചിട്ടായിരിക്കാം അവിടുന്ന് കരഞ്ഞത്, അവിടുന്ന് കണ്ണീരൊലിപ്പിച്ചത് എന്ന് ചിന്തിച്ച് ശത്രുക്കൾ അവിടെ നിന്ന് പോയി ചോദിക്കുകയാണ്, നിങ്ങൾ പിന്മാറാൻ തയ്യാറാണോ എന്ന് ചോദിച്ചപ്പോൾ അപ്പോഴാണ് ബഹുമാനപ്പെട്ടവർ പറയുന്നത്, പിന്മാറുകയോ, അങ്ങനെ ഒരു അല്പ പോലും ഞാൻ ചിന്തിച്ചിട്ടില്ല. എന്നാൽ പിന്നെ എന്തിനാണ് നിങ്ങൾ കരഞ്ഞത് എന്ന് ചോദിച്ചപ്പോൾ അവിടെ നിന്ന് അബ്ദുല്ലാഹി ഇബ്നു ഹുദാഫ റളിയല്ലാഹു അൻഹു പറഞ്ഞൊരു വാക്കുണ്ട്, വളരെ ഗൗരവത്തോടു കൂടെ ചിന്തിക്കേണ്ട ഒരു വിഷയമാണ്. ബഹുമാനപ്പെട്ടവർ പറഞ്ഞത്, എനിക്ക് ഈ തീ കാണുമ്പോൾ അല്ലാഹുവിൻ്റെ നരകത്തിൻ്റെ തീ എൻ്റെ മനസ്സിൽ ഓടി വന്നു. ഞാൻ എങ്കാലും ഇവിടെ നിന്ന് ഇസ്ലാമിനെ പിന്മാറിയാൽ ഞാൻ ആ നരകത്തിൽ നിന്ന് പോവേണ്ടി വരില്ലേ? അപ്പൊ എനിക്ക് പേടിയാണ്. അല്ലാഹുവിനോട് സ്വബർ ചോദിക്കുകയാണ്, എൻ്റെ മനസ്സിൽ അങ്ങനെ ഒരു ചിന്ത വന്നാലോ, ഈ തീയെ പേടിച്ചുകൊണ്ട് ഞാൻ ഇസ്ലാമിന് പിന്മാറാന്നുള്ള ചിന്ത വന്നു പോയാലോ, ആലിക്കത്തുന്ന നരകത്തിന് ആ തീയെ ഓർത്തുകൊണ്ട് ഞാൻ കരഞ്ഞതാണെന്ന്, കണ്ണീരൊലിപ്പിച്ചതാണെന്ന് ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നു ഹുദാഫ റളിയല്ലാഹു അൻഹു അവരെ മുഖം നോക്കി പറയുകയാണ്. ഇവിടെയാണ് മനസ്സിലാക്കേണ്ടത് സ്വഹാബാക്കളുടെ ആ ഈമാനിന്റെ പവർ എത്രമാത്രം ഉണ്ടായിരുന്നു എന്ന് ഗൗരവത്തോടു കൂടെ മനസ്സിലാക്കണം. ആ ഈമാനിന്റെ ബറക്കത്ത് കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈമാനിന് അവൻ ശക്തി നൽകുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.